I don't wanna risk it all again, but I don't wanna be on my own. It always goes much better in my head, but the feelings end up wasted. So I'm sorry for breaking down when you said you got me. I'm used to being let down, but I'm hoping if I'm falling too fast, then you'll catch me. You'll catch me. അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മോഡൽ 12 സീറ്റ് ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് അതേമാതിരി തന്നെ ഡെൻറ്റിങ് കാര്യങ്ങളുണ്ടാവും. ഈ ഒരു വണ്ടിയുമാണെങ്കിലും അതേപോലെ തന്നെ അത്യാവശ്യം രീതിയിൽ പെയിൻറ്റിങ് അതുമാതിരി ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വർക്കൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന്. അന്നത്തെ രൂപത്തിൽ നിന്ന് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വണ്ടി ആക്കിയിട്ടുള്ളത്. ഇതിലും വണ്ടി വർക്ക് ഫുള്ള് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി അടുത്തായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ വർക്ക് വരാനുണ്ട്. അതേമാതിരി തന്നെ കറക്റ്റ് ഇപ്പോൾ ടെസ്റ്റ് അതായത് അതർ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ടെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് കൊടുക്കാനുള്ള രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് അഡീഷണൽ ആയിട്ട് മോഡിഫിക്കേഷൻ അതായത് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ നമ്മുടെ ആക്സറീസ് കാര്യങ്ങളൊക്കെ കയറാനായിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് ഫുള്ള് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി സൺസൈഡ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെഡ്ലൈറ്റും പുതിയ ടൈപ്പ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ബമ്പർ സ്കേർട്ട് ഫുൾ സ്കേർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽ കപ്പിന് പകരം നമ്മൾ ഈ വണ്ടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അലൈ വീൽ കാര്യങ്ങളാണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബോഡി ലൈറ്റ് അത്രയ്ക്കാണ് നമ്മൾ ഈ സൈഡിലേക്ക് വരുത്തിയാണത്. നോർമൽ കണ്ടീഷനിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമാതിരി തന്നെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയറിൻ്റെ മുകളിൽ 3 ലൈറ്റ് അതേമാതിരി തന്നെ ലാഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനാണെന്നുണ്ടെങ്കിൽ ജോസ് ടൈപ്പ് സ്റ്റെപ്പിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ബമ്പറിനകത്താണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കാണ് ഈ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഇൻറ്റീരിയൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ ഗ്ലാസ് ടൈപ്പ് ടോപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് പിക്സൽ വർക്ക് കാര്യങ്ങളാണ്. അതുമാതിരി ബെർത്ത് 2 TV ക്യാബിൻ പുതിയ AC ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഏകദേശം 1,18,000 മെക്കാനിക്ക് മാത്രം ഈ ഒരു വണ്ടിയുമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വാഹനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ താല്പര്യമുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. It always goes much better in my head, but the feelings end up wasted. So I'm sorry for breaking down when you said you got me. I'm used to being let down, but I'm hoping if I'm falling too fast, then you'll catch me. You'll catch me. So I'm sorry that you might have to see I'm not flawless. I promise that I'm facing my problems. If I'm falling too fast, will you catch me? Will you catch me before I crash?
I'm so afraid that you'll run out of patience. Trust me, I know how it feels to be hopelessly waiting. Sometimes I don't know if I can even change, but I'm still trying. So I'm sorry that you